നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ്. ഇന്ന് ചൊവ്വാഴ്ചയാകുന്നു. ഇന്ന് കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായ ഒരു മോചനം നിങ്ങൾക്ക് സാധ്യമാകുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സുവർണാവസരം വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകമായി പ്രവർത്തിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഇന്നേ ദിവസം, അതായത് ജീവിതത്തിൽ കടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമായി തന്നെ കണക്കാക്കുന്നതാണ്. ചൊവ്വാഴ്ച, അതായത് മാർച്ച് 10 അനിഴം നക്ഷത്രം കൂടി വരുന്ന ദിവസം കൂടിയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ശരിയായ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ കടബാധ്യതകളും പൂർണ്ണമായും ഒഴിവാക്കുവാൻ ഉത്തമമാണ്. ഈ ദിവസത്തിലെ പ്രത്യേകതകളും കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഇന്നേ ദിവസം നിങ്ങളുടെ കടത്തിൻ്റെ അത് എത്ര കടമാണ് എങ്കിലും അതിൽ ഒരു ചെറിയ തുകയെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ അടയ്ക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങൾ എത്രയും പെട്ടെന്ന് തീരുവാൻ ഏറ്റവും ഉത്തമമാണ്. ഒരു ചെറിയ ഭാഗം തുകയെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ തുകയെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾ കടത്തിലേക്ക് അടയ്ക്കുകയാണ് എങ്കിൽ കടബാധ്യതകൾ പരിഹരിക്കുവാൻ അത് ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കാം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ള ആ കടം അത് എത്രയും പെട്ടെന്ന് തീർക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കൈവരും എന്നാണ് പറയുക. ഇന്നേ ദിവസം ഭദ്രകാളി പ്രീതിയിലൂടെ സൗഭാഗ്യവും ശത്രുനാശവും നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാകുന്നു. ഭദ്രകാളി ദേവിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായി തന്നെ ഇന്നേ ദിവസത്തെ കണക്കാക്കാം. അതിനാൽ ഇന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തുകയും ദേവിക്ക് ചെമ്പരത്തിമാല സമർപ്പിച്ച് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഉത്തമമാണ്. ജീവിതത്തിൽ സൗഭാഗ്യം നേടുവാനും ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ശത്രുദോഷങ്ങൾ അത് എത്ര വലിയ ശത്രുദോഷമാണ് എങ്കിലും അത് അകലുവാനും ഏറ്റവും ഉത്തമവുമാണ്. ഇന്നേ ദിവസം തീർച്ചയായും ഏവരും അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ആരാണോ ആ വ്യക്തിയുടെ പേരിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നത് ശുഭഫലം പ്രദാനം ചെയ്യും. ലഹരിയിൽ നിന്നും മോചനം, അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് അത്തരം വ്യക്തികളുണ്ട് എങ്കിൽ അവർക്ക് മോചനം ലഭിക്കുവാനും ഉത്തമമായ ദിവസം കൂടിയാണ് ഇന്ന്. അതായത് ചൊവ്വാഴ്ചകൾ ഭദ്രകാളി ദേവിക്ക് ഈ ഒരു വഴിപാട് നിങ്ങൾ നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ലഹരിയിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും. ചൊവ്വാഴ്ചകൾ തോറും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ എത്ര കടുത്ത ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും അതിൽ നിന്നും മോചനം ലഭിക്കുന്ന സാഹചര്യമാണ്. ഇത് 100% ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനാൽ ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ഒരു വഴിപാട് നടത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾക്ക് രാവിലെ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും സന്ധ്യാസമയത്താണ് എങ്കിലും ഇന്നേ ദിവസം തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത്. അമ്മയുടെ നടയിൽ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ എത്തണം എന്ന കാര്യം നിസ്സംശയം പറയാം. തീർച്ചയായും ഈ ഒരു കാര്യം ഏവരും ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ സ്വാമിക്കും ഇന്നേ ദിവസം വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. സുബ്രഹ്മണ്യ സ്വാമി പ്രീതിയിലൂടെ മുരുകസ്വാമിയുടെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിയിലേക്ക് നല്ല സ്വഭാവത്തെ
കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമായി തന്നെ കണക്കാക്കാം. ചിലർ ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് പോയവരാകാം. ചീത്ത കൂട്ടുകെട്ടുകൾ അവരുടെ ജീവിതത്തിൽ വളരെ ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുമുണ്ടാകാം. ഇത്തരം വ്യക്തികൾക്ക് അതിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ, അതിൽ നിന്നും രക്ഷിച്ച് നല്ല വഴിയിൽ കൊണ്ടുവരുവാൻ സുബ്രഹ്മണ്യ സ്വാമിയോടുള്ള പ്രാർത്ഥനകൾ ഇന്നേ ദിവസം സഹായിക്കുന്നതാണ്. ഇതിനായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, അടുത്തുള്ള മുരുക ക്ഷേത്രത്തിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് സ്വഭാവ ദൂഷ്യങ്ങൾ അകലുവാനും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുവാനും സഹായകരമായി തീരും. എത്രമേൽ ദുഷ്കരമായ ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും അതിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഈ പുണ്യദിനം അതിനാൽ നിങ്ങൾ മറക്കാതിരിക്കണം. ദേവിയുടെയും സ്വാമിയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന അത്രമേൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതിനാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യങ്ങൾ കൊണ്ടുവരും. ഇനി വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇന്ന് വീടുകളിൽ തീർച്ചയായും 2 നേരം വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. വിളക്ക് തെളിയിച്ചുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും. പ്രധാനമായും ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം. ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. മുരുകസ്വാമിക്കും ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമായതിനാൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്കും ചുവന്ന പുഷ്പങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ്. വീടുകളിൽ തന്നെയുള്ള ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളിൽ ഒന്ന് സാക്ഷാൽ മുരുകസ്വാമിയുടെ വിശേഷപ്പെട്ട മൂലമന്ത്രം തന്നെയാണ്. ഓം വജദ്ഭുവേ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം, ഈ ഒരൊറ്റ മന്ത്രജപം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. ഈ മന്ത്രം അതിരാവിലെ സന്ധ്യാസമയത്തും നിങ്ങൾക്ക് ജപിക്കാം. ഇനി നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് രാത്രിയിലാണ് എങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രജപം നടത്തുവാൻ സാധിക്കും. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും ജപിക്കണം. 108 ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയാണ് എങ്കിലും ജപിക്കണം. ഭദ്രകാളി ദേവിക്ക് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം ഭദ്രകാളി ദേവിയുടെ മൂലമന്ത്രം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ മന്ത്രവും നിങ്ങൾക്ക് പകൽ സമയത്തോ രാത്രിയിലോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് ഏത് സമയത്താണ് എങ്കിലും ആ സമയത്താണ് എങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. 108 അല്ലെങ്കിൽ 21 തവണയെങ്കിലും ജപിക്കുന്നത് ദേവിയുടെ കടാക്ഷം വർദ്ധിക്കുന്നതിനും ദേവിയുടെ സംരക്ഷണം നിങ്ങളിൽ വന്ന് ചേരുന്നതിനും ഉത്തമമാണ്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ എന്നാണ്. ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾ 108 ജപിക്കുവാൻ പരമാവധി ശ്രമിക്കണം. ഈ മന്ത്രജപം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ കൊണ്ടുവരും. അതോടൊപ്പം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന ഈ ഏവർക്കും സുപരിചിതമായ ഈ മന്ത്രവും ഈ നാമവും ഇന്നേ ദിവസം ജപിക്കുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. തീർച്ചയായും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ഏവരും പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മേൽ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ കടന്നു വരും.